സുരഭി, എങ്ങനെയുണ്ട് പുതിയ സാരി? ഈ സാരി എവിടുന്നാ? ഇഷ്ടദാനം. ഇഷ്ടദാനോ? ഇഷ്ടദാനം നീ ഇതിനു മുമ്പ് ഈ വാക്ക് കേട്ടിട്ടില്ല? ഞാൻ പറഞ്ഞുതരാം. നീ പറഞ്ഞതുപോലെ ഞാൻ അമ്മയുടെ മുമ്പിലോട്ട് ഒരു കപ്പ് ചായ ആയിട്ട് അങ്ങോട്ട് ചെന്നുടനെ അമ്മ ഇതാ ഈ സാരി എടുത്ത് എന്റെ കയ്യിലോട്ട് തന്നു. ചുമ്മാ. സത്യം. ഞാൻ വേണ്ടാന്ന് കുറേ പ്രാവശ്യം പറഞ്ഞു. പക്ഷെ അമ്മയ്ക്ക് ഒരേ നിർബന്ധം, ഞാൻ ഈ സാരി വാങ്ങിച്ചേ പറ്റൂന്നുള്ളത്. എന്നിട്ട് പറയാണേ, മോളെ ലക്ഷ്മി, നീയാണ് ഇവിടുത്തെ മൂത്ത മരുമോള്. ബാക്കി കയറി വന്ന എല്ലാ അലവലാദികളും പിന്നീടുള്ളതാണ്. അമ്മ അങ്ങനെ പറഞ്ഞാ? ആടി, അങ്ങനെ പറഞ്ഞു. അമ്മ അങ്ങനെ പറയൂല. അമ്മ അങ്ങനെ പറഞ്ഞൂന്ന്. സുരഭി, നീ എപ്പോഴും ഇവിടുത്തെ രണ്ടാമത്തെ മരുമോളാണ്. അത് നീ മനസ്സിലാക്കണം. അത് മാത്രല്ലടേ, എനിക്ക് ദിവസവും 3 സാരി വെച്ച് തരാന്ന് പറഞ്ഞു. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണത്? എനിക്കറിയത്തില്ല. ഞാനും ആലോചിച്ചു, എനിക്കെന്തിനാ സാരി? ഞാൻ സാരി വല്ലപ്പോഴൊക്കെ അല്ലേ ഉടുക്കുള്ളൂ. പിന്നെ അതുമല്ല, നിനക്ക് തന്ന പോലത്തെ പഴയ സാരി അല്ല, ഇത് പുത്തൻ സാരി. എന്റെ പഴയ സാരിയാണെന്ന് ചേച്ചിയുടെ സാരി പറഞ്ഞത്. അത് പോ സുരഭി. അമ്മ വേറെ ആര് പറയാൻ വേണ്ടിട്ട്? നീ വിഷമിക്കണ്ട. ഒരു കാര്യം ചെയ്യാം, ഞാനിത് ഒരു 1-2 വട്ടമൊക്കെ ഉടുത്തിട്ട് എനിക്ക് മടുക്കുമ്പോഴേ ഞാൻ നിനക്ക് തരാം. നീ ഉടുത്തോ. എന്റെ പട്ടിക്കാണ്. എന്നൊരു കാര്യം ചെയ്യാം, പട്ടിയെ അങ്ങോട്ട് വിളിക്കാം, ഞാൻ പട്ടിയെ ഉടുപ്പിക്കാം. മോളെ സുരഭി, എന്റെ ഉള്ളിലുണ്ടടി ചെറിയ ചെറിയ വിജയം കുതിക്കുന്ന ഒരു മനസ്സ്. എന്തൊരാട്ടമായിരുന്നു പഴയ സാരി ഉടുത്തോണ്ട്. മതി വരുന്നത് എവിടെ കൊണ്ടു കഴിഞ്ഞാൽ ഉടുക്കും ദൈവമേ. ഇതെന്താ അടി വീർപ്പിച്ച് കെട്ടിയ മോന്തയായിട്ട് വരുന്നേ? എന്താ സംഭവം? അമ്മയ്ക്ക് വന്ന സാരി അമ്മ ചേച്ചിക്ക് കൊടുത്തല്ലേ? എനിക്ക് വയ്യ, ഇതെന്തോന്ന് പറയട്ടെ ഞാൻ. കൊച്ചേ, നിന്നെ വിളിച്ചിരുത്തി നിനക്കറിയാവുന്ന മലയാള ഭാഷയിലല്ലേ ഞാൻ പറഞ്ഞത്, മക്കളെ ഈ സാരി എനിക്ക് വേണ്ട, അലമാരി വെക്കാൻ സ്ഥലമില്ല, എനിക്ക് ഇട്ട് കൊടുക്കാൻ സ്ഥലവും ഇല്ല, എടുത്തോണ്ട് പോയി. വേണ്ടമ്മാ വേണ്ടമ്മാ, നമ്മുടെ പഴയ സാരി എന്ന് പറഞ്ഞാൽ നീ ഏതോ ഒരു കൂതറ സാരി എടുത്തോണ്ട് പോയിട്ട്. അതായത് ഇതാണോ? ചുമ്മാതല്ല, മുഖത്തിനൊരു തിളക്ക കൂടുതല്. പിന്നെ ഐശ്വര്യമുള്ളവരുടെ സാരി കൊടുത്താൽ അങ്ങനെ സൗന്ദര്യം താനേ കൂടും. ഈ ബ്ലൗസും ചേരും. പക്ഷെ എന്നാലും ആ സാരി അമ്മനീ തന്നപ്പോഴേ ഞാൻ വാങ്ങേണ്ടതായിരുന്നു. അതേ, വല്ലപ്പോഴും ഒക്കെ അമ്മയെ ധിക്കരിച്ചോളുമ്പോ ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുന്നത് നല്ലതാ. മനസ്സിലായോ? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, മോളെ പുതിയ സാരി, നിനക്കൊരു ബ്ലൗസ് ഇല്ലെങ്കിൽ ഒരു ബ്ലൗസ് തയ്പ്പിച്ചാ പോരെ, നീ കൊണ്ടുപോയാ? അത് പിന്നെ അമ്മയ്ക്ക് വന്ന പുതിയ സാരി ആയതുകൊണ്ടാണ് അമ്മ ഉടുത്തോട്ടെന്ന് വിചാരിച്ചു. അതെ, എന്നിട്ട് നീ അടുക്കളയിൽ ചെന്ന് കൊളുത്തി വിട്ടുകൊടുത്തു. ആരുടെ അടുത്ത്? അല്ല, ബെസ്റ്റ് പാർട്ടി എടുത്ത്. അതെനിക്ക് ലക്ഷ്മി എടുത്തു. ആളാവാൻ വേണ്ടി അവൾ എന്ത് ചെയ്തു? ആളാവാൻ വേണ്ടി ഒരു ചായ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. ചായ തന്നാൽ സാരി തരുമോ ചോദിച്ചോണ്ട്. അമ്മയ്ക്ക് അങ്ങനെ ആ സാരി വേണ്ടാന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എടീ കൊച്ചെ, അവൾ ഇവിടെ വന്നേച്ച് ചോദിച്ചു ചായ തന്നാൽ സാരി തരുമെന്ന്. എനിക്ക് മനസ്സിലായില്ല ആദ്യം. കൊടുക്കാൻ പറഞ്ഞു, അമ്മ കണ്ടമ്മ സുരഭിക്ക് സാരി കൊടുത്തമ്മ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ, സുരഭിക്ക് കൊടുത്ത പുതിയ സാരി ഇവിടെ ഇരിക്കുന്നു, അത് കൊണ്ടുപോകാതെ അവളൊരു പഴയ സാരിയാ മോളെ കൊണ്ടുപോയത് പറഞ്ഞപ്പോഴാണ് അവൾക്ക് ചിരി വന്നത്. അതിന് ചേച്ചി സാരി ഒന്നും ഉടുക്കൂലല്ലേ? ഞാനല്ലേ കൂടുതൽ സാരി കൊടുക്കണം, ഞാനും അമ്മയും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ? ഇപ്പൊ ആരെയും സാരി ഉടുപ്പിക്കണം ഞാൻ? അവള് പറഞ്ഞു ഞാൻ എടുത്തോട്ടോ എന്ന് ചോദിച്ചു. അതിലിരിക്കുന്നത് എടുത്തോണ്ട് വയ്ക്കുമെന്നും പറഞ്ഞു. ഇതിപ്പോ ആരാണ്ടോ പറഞ്ഞ പോലെ എന്ത് ഉപകാരം ചെയ്താലും എപ്പോഴും അമ്മയ്ക്കിട്ട് തന്നെ കുറ്റം. നിങ്ങൾ രണ്ടും ഉള്ള അടിക്ക് ഞാനെന്താ വേണമെന്നായി പറയുന്നത്? സാരമില്ല, പോട്ടെ, വേറൊരു പുതിയ സാരി ഇരിപ്പുണ്ട്, അത് നിനക്ക് തരാം. അത് ലക്ഷ്മി പറയൂല, ഞാൻ പറയില്ല, സത്യമായിട്ട് കൊടുക്കൂല, തരാം കേട്ടാ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. തീർന്നല്ല, പണക്കം തീർന്നല്ല. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ശരി, കൊള്ളാം, പോട്ടാ. ഞാൻ ശരി വന്നല്ല ഒന്നയ്ക്ക്. 2 മരുമക്കൾ, ഇതിനെയൊക്കെ കൊണ്ട് എങ്ങനെ ഒരു വീട്ടിൽ ജീവിക്കും ഞാൻ? ശരി, അവസാനം വല്ല ഊളപ്പാറ ഉതിരോട്ടത്തൊക്കെ ആയിരിക്കും എൻ്റെ അവസ്ഥ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.